ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീട്ടിൽ പുതിയൊരു റോസാപ്പൂ വിരിഞ്ഞതാട്ടോ. അപ്പോൾ നല്ല ഭംഗിയല്ലേ, അപ്പോൾ അതൊന്ന് വീഡിയോ എടുത്തതായിരുന്നു. പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയാട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ പൂരിയുടെ മാവും ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിന് നമ്മൾ ഇറച്ചിയാട്ടോ കറി ഉണ്ടാക്കണത്. കറിയല്ല, അതിങ്ങനെ ഒരു പെരട്ട് പോലെയാക്കി എടുക്കുകയാണ്. അത് ഉലർത്തി എടുക്കണം എന്നാട്ടോ ഞങ്ങളിവിടെ പറയണത്. അപ്പോൾ അത് വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചീഞ്ചട്ടിയിൽ റെഡിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇനി അതൊന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്കാണെങ്കിൽ ഇന്ന് മോൻ്റെ കാര്യങ്ങൾക്കായിട്ട് അക്ഷയയിൽ ഇങ്ങനെ കുറേ ദിവസങ്ങളായിട്ട് ഞങ്ങൾ തുടങ്ങിയിട്ട് ഇതിന് മോനിപ്പോൾ +2 കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അവൻ്റെ അഡ്മിഷനിന് ഡിഗ്രിക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അപേക്ഷ വയ്ക്കാനും പിന്നെ അതിന് ജാതി സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, അങ്ങനെ കുറേ പ്രോസസ്സ് അതിൻ്റെ പുറകെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനൊക്കെ ആയിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഈ മഴ കാരണം കൊണ്ട് നല്ല ബുദ്ധിമുട്ടാട്ടോ ഞങ്ങൾക്ക്. ഈ മഴയെ തോർച്ച നോക്കിയിട്ടൊക്കെ വേണം പോവാൻ. തോർച്ചയൊന്നും ഉണ്ടാവാറില്ല കാര്യം പറഞ്ഞാൽ. എങ്ങനെയെങ്കിലുമൊക്കെ പോയി കാര്യങ്ങൾ നടത്തും. അപ്പോൾ ഇന്ന് വീണ്ടും അതിനൊക്കെ പോവേണ്ട ഒരു ദിവസം തന്നെയാണ്. അപ്പോൾ വേഗം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം അതിനായിട്ട് പോകാനായിട്ട്. അതുകൊണ്ട് ഇനി വേറെ കൂടുതൽ കാര്യമായിട്ട് കറികളൊന്നും വെച്ച് നിൽക്കാനൊന്നും സമയമില്ല കേട്ടോ. അക്ഷയയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സമയത്തൊക്കെ നല്ല ക്യൂ ആയിരിക്കും. ഈ കുട്ടികളുടെ കാര്യങ്ങളുടെ സമയങ്ങളാണല്ലോ. അപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഇതൊക്കെ ആക്കി കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഉച്ചക്കത്തേക്കും കാണും കേട്ടോ. ഇറച്ചിക്കറിയല്ല, ഉലർത്ത്. പിന്നെ കുറച്ച് ക്യാരറ്റ് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഇന്നലെ രാത്രി തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇതുപോലെ ഒന്ന് ഉലർത്താക്കി വെച്ചിട്ട് അത് മതിയെന്ന് വിചാരിച്ച് പോവാണ്. പിന്നെ ഒരു ചമ്മന്തിയും കൂടി ഉണ്ടാക്കിയാൽ മതിയല്ലോ വന്നിട്ടെന്ന് വിചാരിച്ച്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കണതാട്ടോ. അപ്പം +2 കഴിഞ്ഞ് അവന് ഹ്യൂമാനിറ്റീസ് ആയിരുന്നു +2 എടുത്തിരുന്നത്. ഇനിയിപ്പോൾ ഡിഗ്രിക്ക് അപേക്ഷകൾ ഇങ്ങനെ വെച്ചിട്ട് ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അതിലവനൊരു കോളേജ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും അടുത്തതും കൂടി ഒന്ന് മാറ്റി വെച്ച് നോക്കാം എന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ്. പിന്നെ മോളുടെ ആണെങ്കിൽ ഇപ്പോൾ മോള് PGക്ക് ആയിരുന്നു കേട്ടോ. അവളുടെയും ഇപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇളയാളാണെങ്കിൽ 5ാം ക്ലാസ്സിലാണ് പഠിക്കണത്. അപ്പോൾ എനിക്ക് 3 മക്കളാണ്. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. പിന്നെ ആണെങ്കിൽ ബാക്കിത്തെ നമ്മുടെ വീട്ടു ജോലികളൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കേണ്ട കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ പാത്രം കഴുകലും അലക്കൽ മാത്രമേ ഉള്ളൂ, ഉണങ്ങലില്ല. അതിങ്ങനെ അഴയിൽ തൂങ്ങി കിടക്കുന്നുണ്ട്. കുറേ ഉണങ്ങിയതും കുറേ ഉണങ്ങാത്തതും. കുറച്ച് വെള്ളം പോയി കഴിഞ്ഞത് എടുത്തിട്ട് അകത്തിട്ടിട്ടുണ്ട്. എല്ലാ വീട്ടിലും ഇതൊക്കെ തന്നെ ആയിരിക്കുമല്ലോ അവസ്ഥ മഴക്കാലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ. പിന്നെ അങ്ങനെ ഈ ക്യാരറ്റും കൂടി റെഡിയാക്കി വെച്ചിട്ട് ഞങ്ങൾ പോയായിരുന്നു. പോയി നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അടുത്ത അലോട്ട്മെൻറ്റ് വന്നത് ഒരു 24-ാം തീയതി എങ്ങാണ്ടെന്നാട്ടോ പറഞ്ഞത്. അപ്പോൾ ഇനി അത് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നാൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഇനി അടുത്ത അലോട്ട്മെൻറ്റിൽ വരുമ്പോൾ കിട്ടുകയാണെങ്കിൽ പുതിയ സ്ഥലത്തേക്ക് മാറാം, ഇല്ലെങ്കിൽ പഴയ സ്ഥലത്ത് തന്നെ നിൽക്കാം, അങ്ങനെയുള്ള രീതിയിൽ പോന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മോൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ വന്നിട്ട് ഊണൊക്കെ കഴിഞ്ഞ് റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഇതിപ്പോൾ വൈകുന്നേരം ഒരു കട്ടൻ ചായയൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ വരുമ്പോൾ ഈ വെട്ട് കേക്ക് വാങ്ങിയിട്ട് വന്നായിരുന്നു. അപ്പോൾ അതും കൂട്ടിയിട്ട് ചായ കുടിക്കണതാണ്. അപ്പോൾ വേറെ കൂടുതലൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ, മഴക്കാലമല്ലേ, വേറെ എന്ത് ചെയ്യാനാണ്, പുറത്ത് അകത്ത് ഒന്നുമില്ല ചെയ്യാനായിട്ട് കാര്യങ്ങൾ. അപ്പോഴാണ് എൻ്റെ കയ്യിൽ പഴയ ഒരു വീഡിയോ കിടന്നത് കേട്ടോ. അപ്പോൾ ഞാനത് ഇങ്ങനെ ഗാലറി സെർച്ച് ചെയ്യുമ്പോൾ എൻ്റെ ഇതിൽ കിടന്ന പഴയ ഒരു വീഡിയോയാണിത്. അത് ഞങ്ങൾ ചെറായി ബീച്ചിൽ പോയതാട്ടത്. അപ്പോൾ ഹസ്ബൻഡും കുട്ടികളും എൻ്റെ ബ്രദറിൻ്റെ മോനും എല്ലാവരും കൂടി ഒരു ദിവസം ഞങ്ങൾ കുറേ നാൾ മുമ്പാട്ടോ ചെറായി ബീച്ചിൽ പോയായിരുന്നു. അന്ന് നല്ല വേനൽക്കാലമാട്ടോ, നല്ല ചൂട് സമയത്താണ്. അപ്പോൾ ഇവർക്കൊക്കെ വെള്ളത്തിലിങ്ങനെ കുറേ സമയം കിടന്നിട്ട് ദേഹം തണുപ്പിക്കുക, കടലിൽ നീന്തലുമായി, ചൂടിൽ നിന്ന് ആശ്വാസമായി എന്നൊക്കെ പറഞ്ഞിട്ടൊരു സന്ധ്യയോടെ അടുത്ത സമയത്താണ് ഞങ്ങൾ അന്ന് പോയത്. അപ്പോൾ ഇപ്പോൾ അത് കണ്ടപ്പോൾ നല്ല ഒരു ഗാലറിയിൽ ഇപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഇത് വീഡിയോ കളയാനും തോന്നണില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്തതാണ്. അന്ന് ഇപ്പം ഈ കടപ്പുറത്ത് ചെന്ന് കഴിഞ്ഞാൽ ഈ കൊല്ലത്തിലൊന്നും ആയിരിക്കില്ല കേട്ടോ, നല്ല മഴയല്ലേ, അങ്ങോട്ടേക്ക് പോകാനും കൂടി പറ്റില്ല. പക്ഷേ ഇത് നല്ല വേനൽക്കാലത്താണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഇവരിങ്ങനെ വെള്ളത്തിൽ കിടന്ന് നല്ല കളിയാണ്. ഞാനാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് ഈ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം എനിക്ക് വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആകെ നനയൂലെന്ന് വിചാരിച്ചിട്ട് ഞാൻ മനഃപൂർവ്വം ഇറങ്ങാതെ അവിടെ ഇരുന്നാട്ടോ. എന്നാൽ ചില സമയത്ത് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങാറുമുണ്ട് കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ അവിടെ കുറേ ആളുകളുണ്ട്. അപ്പോൾ ഞാൻ ഈ ആളുകളെയും ഈ അസ്തമിക്കാൻ പോണ സൂര്യനെയും ഇവരുടെ കളികളും ഇതൊക്കെ ഇങ്ങനെ നോക്കി ആസ്വദിച്ച് കടപ്പുറത്ത് അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കണേനും ഒരു പ്രത്യേക സുഖമുണ്ടല്ലേ. നമ്മളിങ്ങനെ എവിടെ നിന്നോ വന്ന കുറേ ആളുകളുണ്ടാവും. അവരോരോരുത്തരും ചിലരിങ്ങനെ കടല കുറച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ചിലർ ഇതുപോലെ വെള്ളത്തിൽ കളിക്കുന്നുണ്ടാവും, ചിലർ
കോളേജ് കുട്ടികളുണ്ടാവും. അങ്ങനെ പല പല ആളുകളും പല പല കാഴ്ചകളും കണ്ട് അതിങ്ങനെ നോക്കിയിരിക്കാനും നല്ലൊരു സുഖമാണ് കടൽ തീരത്ത്. ഞാനിതൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് അവിടെ ഇരിപ്പുണ്ട്. കുട്ടികളാണെങ്കിൽ നല്ല കളിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇതൊക്കെയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.